വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയുടെ 8ാമത്തെ അധ്യായത്തിന്റെ കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമാന്യം സുദീർഘമായ ഒരു അധ്യായമാണ് ഇത്. കമിതാക്കളായ മജീദും സുഹറയും മനസ്സുകൊണ്ടല്ലെങ്കിലും വഴിമാറിപ്പോകുന്നതിന്റെ ദുഃഖകരമായ വിവരണം. ബാപ്പായുടെ വാശിക്ക് മുൻപിൽ അഭിമാനം കൈവിടാതെ വീടുവിട്ടിറങ്ങുന്ന മജീദ് വർഷങ്ങൾക്കു ശേഷം ഒരുപാട് അനുഭവങ്ങളുമായി വന്നു കയറുമ്പോൾ കാണുന്ന മാറ്റത്തിൻ്റെതായ കാഴ്ചകൾ. സുഹറ വിവാഹിതയായി എന്നറിയുന്നതിൻ്റെ വേദന. എങ്കിലും വീണ്ടും ഒരു നോക്ക് കാണാൻ, ഒരു വാക്കു സംസാരിക്കാൻ തീക്ഷ്ണമായ മോഹത്തോടെ കാത്തിരിക്കുന്ന മജീദ്. നമുക്ക് കേൾക്കാം കൂടുതൽ വിശേഷങ്ങൾ. അധ്യായം 8. സുഹറ മജീദിനെ സ്നേഹിക്കുന്നുണ്ട്. മജീദ് സുഹറയെയും. ഈ വിവരം 2 പേർക്കും അറിയാം. സ്നേഹവലയത്തിന്റെ നടുവിലാണ് മജീദ്. എങ്കിലും ഉജ്ജീവന ചിന്തകളും ഉത്കൃഷ്ടാദർശങ്ങളുമാണ് മജീദിനെ നയിച്ചിരുന്നത്. അഭിമാനത്തിന്റെ കാതലാണ് മജീദ്. തന്നെപ്പറ്റി തന്നെ വലിയ മതിപ്പാണ്. പിതാവിന്റെ ലോകത്തിലല്ല ജീവിതം. കുടുംബകാര്യത്തെപ്പറ്റി ഒന്നും അറിവില്ല. ബാപ്പായോട് വലുതും സംസാരിക്കാൻ തന്നെ മജീദിന് ഭയമാണ്. ബാപ്പ ആരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കാത്ത സ്വേച്ഛാധിപതിയെ പോലെ എല്ലാം നടത്തിക്കൊള്ളും. മജീദിന് വലതും ആവശ്യമുണ്ടെങ്കിൽ ഉമ്മായോട് ചോദിച്ചു വാങ്ങിക്കും. ബാപ്പയുടെ ശബ്ദം കേൾക്കുമ്പോൾ മജീദിന്റെ ഹൃദയത്തിൽ നിന്ന് പ്രതിഷേധത്തിന്റെ നിശബ്ദ ഗർജനങ്ങളാണ് ഉയരുക. എന്തിന്റെ പ്രതിഷേധം? മജീദിന് നിശ്ചയമില്ല. ഒരു നല്ല പിതാവല്ലേ അദ്ദേഹം? മജീദിനു വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ? അഗാധമായ സ്നേഹമില്ലേ? പിന്നെ ഒരു പിതാവെന്ന നിലയ്ക്ക് എന്ത് കുറ്റം? മജീദിന്റെ ബാപ്പയേക്കാൾ മജീദിനു സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നത് സുഹ്റായുടെ ബാപ്പയെയാണ്. സുഹ്റ അവളുടെ ബാപ്പയെ ഭയപ്പെട്ടിരുന്നില്ല. പിതാവിനെ പറ്റി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയും. മജീദിന്റെ ബാപ്പ മരിച്ചു പോയാൽ മജീദ് കരയുമോ? ഉമ്മ മരിക്കുകയാണെങ്കിൽ തീർച്ചയായും മജീദ് കരയും. ഉമ്മയെ ഭയമില്ല, ബാപ്പായെ ഭയമേ ഉള്ളൂ. ഭയത്തോടുകൂടിയ സ്നേഹവുമുണ്ട്. എങ്കിലും എങ്ങനെയായാലും മജീദിന് അവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല. അധിക സമയവും വീടിനു വെളിയിൽ അല്ലെങ്കിൽ സ്വന്തം മുറിയിൽ. അത്തരത്തിൽ കഴിഞ്ഞു വരുമ്പോൾ അതിപ്രധാനമായ ഒരു സംഭവം ഉണ്ടായി. മജീദ് അന്ന് ടൗൺ സ്കൂളിലെ അവസാനത്തെ ക്ലാസിന്റെ അടിയിലത്തേതിൽ പഠിക്കുകയായിരുന്നു. കൊയ്ത്തും മെതിയും തുടങ്ങിയിരുന്നു. നല്ല ചൂടുള്ള വേനലാണ്. പോരെങ്കിൽ നോമ്പ് കാലവും. വെള്ളം പോലും കുടിക്കാതെ, ഉമിനീർ പോലും ഇറക്കാതെ പകൽ മുഴുവനും പട്ടിണിയായിരുന്നതിനാൽ വെറും നിസ്സാര കാര്യത്തിന് പോലും ബാപ്പ വെറുപിടിച്ചു വഴക്ക് കൂടി നടക്കുമായിരുന്നു. ഒരു ദിവസം കാലത്തെ ബാപ്പ പാടത്തേക്ക് പോകും മുൻപ് മജീദിനോട് പറഞ്ഞു, കൊയ്തു മെതിച്ച് ഉണക്കിയിട്ടിരിക്കുന്ന നെല്ല് വള്ളത്തിൽ കൊണ്ടുവരാനുണ്ട്. കൂടെ ആളില്ലെങ്കിൽ വഞ്ചിക്കാർ വഴിക്ക് വാരി വിൽക്കും. നിനക്ക് നോയമ്പില്ലല്ലോ? ബാപ്പ ഓർമ്മിപ്പിച്ചു. നീ പള്ളിക്കൂടത്തിന്ന് വരുന്ന ഉടനെ പാടത്ത് വരണം. വരുവോ? ഇല്ല, മജീദ് പറഞ്ഞു. വന്നേക്കാം. പക്ഷെ മജീദ് പോയില്ല. പതിവ് പോലെ സ്കൂൾ വിട്ട് വന്ന ഉടനെ കളിക്കാൻ പോയി. സന്ധ്യയ്ക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ബാപ്പായെ കാണാതിരുന്നപ്പോഴാണ് മജീദിന് ഓർമ്മയുണ്ടായത്. കുറേയധികം ഇരുട്ടിയപ്പോൾ ബാപ്പ വന്നു. മജീദിനെ കണ്ടപ്പോഴേ ബാപ്പ അലറി. ഭയങ്കര ദേഷ്യത്തോടെ മജീദിന്റെ കരണത്ത് ഠേ എന്ന് ഒരടി വെച്ചു കൊടുത്തു. മജീദ് നിന്നു കറങ്ങി. തലയ്ക്കുള്ളിൽ മിന്നാമിനുങ്ങുകൾ പറന്നു. വീണ്ടും വീണ്ടും ബാപ്പ തല്ലി. ഒന്നെങ്കിൽ നീ നന്നാവണം, അല്ലെങ്കിൽ ചാകണം. മനസ്സിലായോ? ഇല്ല. അടിയുടെയും മറ്റും ശബ്ദം കേട്ട് ഉമ്മ ഓടി വന്ന് മജീദിനെ കെട്ടിപ്പിടിച്ചു. ഇനിയൊന്ന് നിർത്ത്, അറിയാമാത്രം തല്ലിയില്ലേ, ഓടി അപ്പുറത്ത്, ബാപ്പ അലറി. അവള് കേട്ടില്ല. എന്നിട്ട് ഉമ്മയെയും തല്ലി. കരഞ്ഞുകൊണ്ട് ഓടിയെത്തിയ സഹോദരികളെയും തല്ലി. കതകുകൾ അടിച്ചു പൊളിച്ചു. പാത്രങ്ങൾ എറിഞ്ഞുടച്ചു. ഇതിൻ്റെയൊക്കെ ഇടയിൽ മജീദ് സ്തബ്ധനായി നിൽക്കുകയായിരുന്നു. പോടാ പോ, നീ രാജ്യമൊക്കെ ചുറ്റി ഒന്ന് പഠിച്ചിട്ട് വാ, മനസ്സിലായോ? ഇല്ല. ബാപ്പ അലറിക്കൊണ്ട് മജീദിന്റെ പിടലേക്ക് പിടിച്ച് മുറ്റത്തേക്ക് തള്ളി. മജീദ് കമഴ്ന്നടിച്ചു വീണു. ചുണ്ടു പൊട്ടി ചോര ഒലിച്ചു. മജീദ് എഴുന്നേറ്റപ്പോൾ വീണ്ടും ആട്ടി. പോ. ആ ശബ്ദം ലോകത്തിന്റെ അറ്റം വരെ മജീദിനെ ഓടിക്കുവാൻ പര്യാപ്തമായതായിരുന്നു. മജീദ് അവിടെ നിന്ന് പോയി. ഇരുട്ടത്തു പഠിക്കൽ ചെന്നിരുന്നു. കരയുവാൻ കഴിഞ്ഞില്ല. തുള്ളി കണ്ണീനീര് പോലുമില്ല.
ഉഗ്രമായ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റാണ് ഹൃദയത്തിൽ. നല്ല വാക്കു പറയുന്നതിനോ ആശ്വസിപ്പിക്കുന്നതിനോ ആരും ചെന്നില്ല. വീട്ടിൽ വല്ലാത്ത നിശബ്ദത. ശരറാന്തൽ കഠിനോജ്വലതയോടെ നിന്ന് പ്രകാശിക്കുന്നുണ്ട്. എങ്കിലും മരിച്ച വീട് പോലെ അനക്കമില്ല. വിശാലമായ ലോകത്തിൽ തനിച്ച് വീടും നാടും ഉപേക്ഷിച്ചു പോകാൻ മജീദ് തീരുമാനിച്ചു. പക്ഷേ എങ്ങോട്ട് പോകും? കയ്യിൽ പണമില്ല, വെറും തടി. എങ്കിലും ജീവിക്കും, ഒരു യുവാവാണ്. മജീദ് പോയി. അതിനു മുൻപ് സുഹ്റായുടെ സമീപത്തേക്ക് നടന്നു. പതിവായിരിക്കാറുള്ള മാവിൻ ചുവട്ടിൽ ഇരുളിന്റെ ഏകാന്തതയിൽ നിന്നു. ദൂരത്തായി സുഹ്റായുടെ മനോഹര ശബ്ദം മുഴങ്ങി. മണ്ണെണ്ണ വിളക്കിന് മുൻപിലിരുന്ന് അവൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഇടയ്ക്ക് അവൾ മുഖമുയർത്തി മാവു നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. എന്തോ കേൾക്കാനെന്ന പോലെ കണ്ണുകൾ നിശ്ചലങ്ങളായി. തങ്കം പോലുള്ള കവിൾത്തടങ്ങൾ പ്രകാശിച്ചു. ചോര തൊട്ടെടുക്കാവുന്ന ചുണ്ടുകൾ വിടർന്നു. കുറേ സമയം അങ്ങനെ ഇരുന്നിട്ട് സുഹ്റ വീണ്ടും വായന തുടർന്നു. സുഹ്റ, മജീദ് വിളിച്ചു. ചുണ്ടു കൂട്ടിയാണ്. ഹൃദയത്തിൽ ഉറച്ചു വിളിക്കണമെന്ന് തോന്നി. ഒടുവിലത്തെ യാത്ര പറയാം. വേണ്ട. മജീദ് നടന്നു. ഒരു ഭ്രാന്തനെ പോലെ ഗ്രാമം പിന്നിട്ട്, പട്ടണം കടന്ന്, കാടും മലകളും നഗരങ്ങളും പിന്നിട്ട് മജീദ് പോയി. 7-10 കൊല്ലക്കാലം സഞ്ചരിച്ചു. സുദീർഘങ്ങളായ വർഷങ്ങൾ. അതിനിടയിൽ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചുവെന്നോ സുഹ്റായുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നുവെന്നോ ഒന്നും മജീദ് അറിഞ്ഞില്ല. കത്തുകൾ ഒന്നും അയച്ചില്ല. ഒന്നും അറിയേണ്ട എന്ന് കരുതിയല്ല, അയച്ചില്ല എന്ന് മാത്രം. വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ചു ചെന്നാലോ? മജീദ് സഞ്ചരിച്ചു. പല നിലയിലും, നടന്നും വാഹനങ്ങളിലും, യാചകന്മാരുടെ കൂടെയും, ഗോസായികളുടെ സഖാവായും, സന്യാസികളുടെ ശിഷ്യനായും, ഹോട്ടൽ വേലക്കാരനായും, ഓഫീസ് ക്ലാർക്കായും, രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂടെയും, കുബേരന്റെ അതിഥിയായും, അങ്ങനെ പല നിലയിലും ജീവിച്ചു. പല മതക്കാരുമായി പരിചയപ്പെട്ടു. മജീദിന് പണം സമ്പാദിക്കണമെന്ന മോഹമില്ലായിരുന്നു. ആ സൗകര്യങ്ങൾ ഒന്നും ഉപയോഗപ്പെടുത്തിയില്ല. കാണുക, അറിയുക, ഇതായിരുന്നു ലക്ഷ്യം. മജീദ് കണ്ടു. കൊച്ചു ഗ്രാമങ്ങളും വൻ നഗരങ്ങളും, കുഞ്ഞരുവികളും വൻ നദികളും, ചെറു കുന്നുകളും മഹാപർവ്വത പങ്ക്തികളും, പൊടിമണ്ണു നിറഞ്ഞ കർഷക ഭൂമികളും, വെൺമണൽ തരികളുടെ മഹാലോകമായ മണലാരണ്യങ്ങളും. അങ്ങനെ 1000 മൈൽ ദൂരെ മജീദ് പോയി. എന്തു കാണാൻ, എന്തു കേൾക്കാൻ. മനുഷ്യർ എവിടെയും ഒരുപോലെ. ഭാഷയ്ക്കും വേഷത്തിനും മാത്രം വ്യത്യാസം. എല്ലാം സ്ത്രീ പുരുഷന്മാർ. ജനിച്ച് വളർന്ന് ഇണചേർന്നു പെരുപ്പിക്കുന്നു. പിന്നെ മരണം, അത്ര തന്നെ. ജനന മരണങ്ങളുടെ ഇടയിലുള്ള കഠിന യാതന എവിടെയുമുണ്ട്. മരണത്തോടെ എല്ലാം കഴിയുമോ? അങ്ങനെ വിഷാദാത്മകനായി മജീദ് നാട്ടിലേക്ക് തിരിച്ചു. എന്തിന്? സുഹ്റായെ വിവാഹം ചെയ്ത് അടങ്ങിയൊതുങ്ങി വല്ലേടത്തും ജീവിതകാലം കഴിച്ചു കൂട്ടാൻ. പക്ഷേ നാട്ടിൽ സ്തംഭിപ്പിച്ച മാറ്റങ്ങളാണ് മജീദിനെ അഭിമുഖീകരിച്ചത്. കച്ചവടത്തിൽ അടിക്കടി ഉണ്ടായ നഷ്ടത്താലോ, നാട്ടിലൊരു പാലമുണ്ടാക്കാൻ ഗവൺമെന്റിലേക്കുള്ളൊരു ഹർജിയാണെന്ന് പറഞ്ഞ് വമ്പിച്ച ഒരു തുക പറ്റിയതായുള്ള ഒരാളുടെ പ്രമാണത്തിൽ ഒപ്പിട്ട് കൊടുത്തതിനാലോ എന്തോ ബാപ്പായുടെ സ്വത്തെല്ലാം കടത്തിൽ പോയി. കിടപ്പാടവും കൂടി പണയത്തിൽ. മാതാപിതാക്കൾ തീരെ വൃദ്ധരായി തീർന്നിരിക്കുന്നു. സഹോദരികൾ രണ്ടും വളർന്നു. വിവാഹത്തിനു പ്രായം കഴിഞ്ഞു. എല്ലാറ്റിനും ഉപരിയായി സുഹറ വിവാഹിതയായി കഴിഞ്ഞിരുന്നു. മജീദ് നാട്ടിലെത്തുന്നതിന് 1 കൊല്ലം മുമ്പാണ് അത്. പട്ടണത്തിൽ എവിടെയോ ഉള്ള ഒരു കശാപ്പുകാരനാണ് വിവാഹം ചെയ്തിരുന്നത്. സുഹ്റ മജീദിനു വേണ്ടി കാത്തിരുന്നില്ല. സ്വാർത്ഥ പരിപൂരിതമാണു ജീവിതം, മജീദ് തീരുമാനിച്ചു. ഏതായാലും നാട്ടുകാരൊക്കെ മജീദിനെ കാണാൻ ചെന്നു. 4-5 പേർ ചുമന്നുകൊണ്ടു ചെന്ന പെട്ടികളും കിടക്കയും മറ്റും കണ്ട് ആളുകളൊക്കെ വിചാരിച്ചു മജീദിന്റെ പക്കൽ ധാരാളം പണമുണ്ടായിരിക്കും എന്ന്. ഉണ്ടായിരുന്നതോ കുറേയധികം പുസ്തകങ്ങളും 10 രൂപയും മാത്രം. മജീദിന് ആയിടെ വലിയ സ്വീകരണങ്ങളായിരുന്നു. ഓരോ വീട്ടിലും ദിവസവും 2-3 തവണ അതിഥിയായി പോകണം. വയറു നിറയെ ആഹാരം കഴിച്ചതാണെങ്കിലും നിർബന്ധിച്ച് ഓട്ടും. എന്നാൽ 1 മാസം കൊണ്ട് സത്യം എല്ലാവരും അറിഞ്ഞു. ദാരിദ്ര്യത്തിൽ ആണ്ടുപോയ ആ കുടുംബത്തിലെ ഒരു ദരിദ്രാംഗം മാത്രമാണ് മജീദ്. വെറും പാപ്പർ. അവനെന്തിന് വരാൻ പോയി? അതായി നാട്ടുകാരുടെ ചോദ്യം. ഒരുപാട് കൊല്ലം കഴിഞ്ഞ് വന്നിരിക്കുന്നു വെറും കയ്യോടെ. നിന്ദാവഹങ്ങളായ നോട്ടങ്ങളും പരിഹാസ വചനങ്ങളും മജീദിനു ലഭിച്ചു തുടങ്ങി. തന്മൂലം വെളിയിൽ ഇറങ്ങാതായി മജീദ്.
വീട്ടിൽ പണ്ടത്തെ മുറിയിൽ തന്നെ എപ്പോഴും. ആ മുറിക്ക് വളരെ ചരിത്രങ്ങളില്ലേ? വിദ്യാഭ്യാസ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണത്. മജീദിന്റെ മാർക്ക കല്യാണം കഴിച്ചതും അതിൽ വെച്ച്, വിഷക്കല്ലു കാച്ചി കിടന്നതും അതിൽ തന്നെ. അതിലൊരു പഴയ ചാരുകസേരയിട്ട് വെളിയിലേക്ക് നോക്കി മജീദ് കിടക്കും. വീട്ടിൽ നേരാവണ്ണം ആഹാരം കഴിക്കാനില്ല. മജീദിന്റെ സഹോദരികൾ തൊണ്ടുതല്ലി പിരിക്കുന്ന കയറ് ബാപ്പ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റു വല്ലതുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും. ഉഗ്രപ്രതാപിയായ ബാപ്പ. മജീദിന്റെ ഉള്ളം കരഞ്ഞു. പ്രിയപ്പെട്ട ബാപ്പ. ബാപ്പ കൊണ്ടുവരുന്നതിൽ നിന്ന് അധിക പങ്കും ഉമ്മ മജീദിന് കൊടുക്കും. എന്നിട്ട് കാരുണ്യത്തോടെ പറയും, വന്നതിലും എൻ്റെ മോൻ ചടച്ചുപോയി. നിന്നെ എങ്ങനെ വളർത്തിയതാന്നോ? നിനക്ക് നിറം പോരാഞ്ഞിട്ട് പാലിൽ പൊന്നും വയമ്പും അരച്ചു ചേർത്ത് ഒത്തിരി നിന്നെ കുടിപ്പിച്ചിട്ടുണ്ട് മോനെ. നിരുന്മേഷനായി മജീദ് അങ്ങനെ ഇരിക്കും. എന്താണു ചെയ്യേണ്ടത്? കയ്യിൽ കാശില്ല, കിട്ടാൻ ഒരു മാർഗവുമില്ല, സഹായിക്കാൻ ആളുമില്ല. മജീദ് നാൾക്കുനാൾ ക്ഷീണിച്ചു വന്നു. മനസ്സിനെ വ്യാപരിപ്പിക്കുവാൻ മറ്റു പണികളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് വീണ്ടും ഒരു തോട്ടം നിർമ്മിച്ചു. ഇക്കുറി തനിച്ച്. മുറ്റത്തിനു മുൻപിൽ ചതുരത്തിൽ വെള്ളമണൽ വിരിച്ചു. 4 അതിരുകളിലും ചെടികൾ നട്ടുപിടിപ്പിച്ചു. സുഹ്റായുടെ കൈകൊണ്ട് വെച്ച ചെമ്പരത്തിയായിരുന്നു ഒരു വശത്തെ അതിര്. അത് ഒരു മരമായി വളർന്നിരുന്നു. മജീദ് വന്നപ്പോൾ അതിൽ പൂക്കളുണ്ടായിരുന്നു. പച്ചിലക്കാടുകളിൽ ചോര പൊട്ടിച്ചിതറി നിൽക്കുന്നത് പോലെ ഒരിക്കലും ഒഴിയാത്ത കടും ചെമപ്പായ പൂക്കൾ. അതിൻ്റെ ചുവട്ടിൽ ചാരുകസേരയിട്ട് അതിൽ കിടന്നു വായനയാണ്. പക്ഷെ ഒന്നും വായിച്ചിരുന്നില്ല. പുസ്തകം തുറന്നു മടിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ കിടക്കും. നിനക്ക് എന്താ മോനെ വിചാരം? ഉമ്മ തിരക്കും. മജീദ് പതുക്കെ പറയും, ഒന്നുമില്ല. ഉമ്മായും ചിന്തയിൽ മുഴുകും. എന്നിട്ട് തന്നെത്താൻ പറയും, എല്ലാം റബ്ബിന്റെ വിധി. മജീദിന്റെ തൃപ്തിക്ക് വേണ്ടി മജീദിന്റെ അരുമയായ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ മത്സരിച്ച് സഹോദരികൾ 2 പേരും തമ്മിൽ വഴക്കിടും. ഒടുവിൽ 2 പേരും ഒരുമിച്ച് മജീദിന്റെ അടുത്ത് വന്ന് പറയും, കാക്കാ, ഇന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചത് ഞാനാ. മജീദ് സമാധാനിപ്പിക്കും. ചെടികളിൽ ഉണ്ടാകുന്ന പൂക്കൾ നിങ്ങൾ 2 പേരും സമം എടുത്തോളൂ. അവന്റെ ഉമ്മാടെ ഒരു ചെടി. അത് കേട്ട് ബാപ്പ പറയും, എൻ്റെ മുതലൊക്കെ നശിപ്പിച്ച് അവനെ ഞാൻ പഠിപ്പിച്ച്, എന്നിട്ട് അവൻ രാജ്യങ്ങളൊക്കെ ചുറ്റി ഒരുപാട് കൊല്ലം കഴിഞ്ഞു വന്നിരിക്കുന്നു വെറും കയ്യോടെ. അവന്റെ ഒരു ചെടി, ഒരു സമ്പാദ്യം, ഈ വയസ്സുകാലത്ത് എനിക്ക് സുഖിക്കാനൊരു തോട്ടം ഒക്കെ ഞാൻ വെട്ടിപ്പറിച്ചു കളയും. ഞാൻ പറഞ്ഞത് കേട്ടോടി? ഇല്ല, ഉമ്മ പറയും. എന്നാലും മുറ്റൊക്കെ വെടിപ്പായി കിട്ടിയല്ലോ. ബാപ്പ ഉണക്ക വെറ്റിലയിൽ ചുണ്ണാമ്പ് പൊടിച്ചിട്ടുകൊണ്ട് ചോദിക്കും, കേട്ടില്ലേടി ഞാൻ പറഞ്ഞത്? ഇല്ല. എന്താ? വല്ലയിടത്തൊന്നും ഇത്തിരി പുകലഞ്ഞിട്ട് മേടിയര്. ഉമ്മ ഒരു പഴന്തുണിയും തലയിലിട്ട് കീറി മുഷിഞ്ഞ കുപ്പായത്തോടെ അയൽപ്പക്കങ്ങളിലേക്ക് പുകയിലഞ്ഞെട്ടിനു പോകും. ബാപ്പായും ഉമ്മായും സഹോദരികൾ സുഹറ ഓർമ്മകൾ മേഘങ്ങൾ പോലെ ഹൃദയാകാശത്തിലൂടെ പാഞ്ഞു പാഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ദാരിദ്ര്യം ഭയങ്കര വ്യാധിയാണ്. അത് ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും നശിപ്പിച്ച് കളയുന്നു. അങ്ങനെ ശരീരവും ഹൃദയവും ആത്മാവും നശിച്ച നാനാജാതികളിലായി ലക്ഷോപലക്ഷം സ്ത്രീ പുരുഷന്മാർ. ആ ചിത്രങ്ങൾ മജീദിന്റെ മനസ്സിൽ വന്നു നിറയും. വൈരൂപ്യമേറിയ ജുഗുപ്സാവഹങ്ങളായ ആ ചിത്രങ്ങളെ മാത്രം ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവിതം പ്രകാശമുള്ള സൗന്ദര്യം തന്നെ. എങ്കിലും അതിൻ്റെ മുഖത്ത് പറ്റിയിരിക്കുന്ന ചേറും ചെളിയും വിസ്മരിക്കുവാൻ കഴിയുന്നില്ല. ജീവിതത്തിലെ വൈരൂപ്യങ്ങൾ, ജീവിതത്തിലെ അവശതകൾ, ശാന്തസുന്ദരമായ ജീവിതം എന്നൊന്നുണ്ടോ? ഉണ്ണാനില്ലാത്തവർ, ഉടുക്കാനില്ലാത്തവർ, കിടപ്പാടമില്ലാത്തവർ, അംഗഭംഗം വന്നവർ, അങ്ങനെ ഹതാശയരുടെ അനന്തമായ ഘോഷയാത്ര. രാവും പകലും കാണും ഒക്കെ വിസ്മരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എങ്ങനെ മറക്കുവാൻ കഴിയും? തല എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കും, ഹൃദയം എപ്പോഴും വിങ്ങിക്കൊണ്ടിരിക്കും. സുഹ്റായെപ്പറ്റി ഓർക്കുമ്പോൾ കണ്ണുനീർ പൊടിയും. അവളെ ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷേ മറ്റൊരുവന്റെ ഭാര്യ. എന്നാൽ ദൂരെ വെച്ചെങ്കിലും ഒന്ന് കാണണം. പരിഭവം പറയുവാനല്ല, മുള്ളുവാക്കോതുവാനല്ല, വെറുതെ ഒന്ന് കാണുവാൻ, ആ ശബ്ദം ഒന്ന് കേൾക്കുവാൻ. അവൾ മജീദിനെ മറന്നു കളഞ്ഞു. പക്ഷെ മജീദിന് അവളെ മറക്കാൻ കഴിയുമോ? വളരെ മാമ്പഴം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചിട്ടുള്ള ആ മാവിൻ ചുവട്ടിൽ രാത്രിയുടെ ഏകാന്തതയിൽ മജീദ് ചെന്നിരിക്കും. ആരെയും പ്രതീക്ഷിച്ചല്ല, പ്രതീക്ഷിക്കുവാൻ ആരുണ്ട്? മജീദ് വിചാരിച്ചു.
ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും സുഹറ വരികയില്ല. അവൾ എന്തിനു വരുന്നു? ആരെ കാണാൻ? മജീദിന്റെ അടുത്ത് ഉമ്മ വന്ന് മിണ്ടാതെയിരിക്കും. ഉമ്മ, ബാപ്പ, സഹോദരികൾ ഇവർക്ക് നേരാവണ്ണം ആഹാരം കൊടുക്കുവാൻ എന്താണ് വഴി? ബാപ്പ ദേഷ്യപ്പെടുന്നത് വെറുതെ അല്ലല്ലോ. പ്രായമായ മകൻ എന്തു ചെയ്യും? എന്തൊരു ജീവിതം! സുഹറ, പ്രിയപ്പെട്ട സുഹറ, നീ വരുമോ? ഇവിടെ 8-ാമത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. നന്ദി.